العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹാദരവുള്ള നിറഞ്ഞ വഹാബ് സഖാഫി ഉസ്താദ്, ശരിയ സഖാഫി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മുതഅല്ലിമീങ്ങളെ, ഞങ്ങളെ സംഘടന പ്രവർത്തകന്മാരെ എല്ലാം അല്ലാഹു തആല നമ്മളെല്ലാവരും അല്ലാഹു പൊരുത്തപ്പെടുന്ന അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണ്ണ പൊരുത്തം കിട്ടിയവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളൊക്കെ ആക്കിബത്ത് അല്ലാഹു തആല നന്നാക്കി തരും. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളും തെറ്റിദ്ധരിച്ചു പോയ പല വിഷയത്തെക്കുറിച്ചിട്ടും വേണ്ട പോലെ ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു തആല മരണം വരെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമായി ഈ ലോകത്തോട് നിന്നും കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട അരിയ സഖാഫി ഉസ്താദ് നമ്മോട് പറഞ്ഞു, മദ്ഹറിൻ്റെ സിൽവർ ജൂബിലി പ്രിയപ്പെട്ട ഉപ്പയുടെ 10ാമത്തെ ഉറൂസ് മുബാറക്ക് വരുന്ന ജൂൺ 19, 20, 21, 22 ദിവസങ്ങളിലായി നടക്കുന്നു. നിങ്ങളെല്ലാവരും ആ പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരായി പ്രചാരകരായി മാറണം. ഒരുപാട് ആളുകൾക്ക് അഭയകേന്ദ്രമാണ് മദ്ഹർ. പ്രിയപ്പെട്ട ഉപ്പ കേവലം 25 കുട്ടികളെ കൊണ്ട് മാത്രം തുടങ്ങിവെച്ച സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ സ്ഥലം സ്വന്തം കാശ് കൊടുത്ത് വാങ്ങി വീടുണ്ടാക്കാൻ വെച്ച കാശെടുത്ത് സ്വർഗത്തിലേക്കൊരു വീടാകട്ടെ എന്ന് പറഞ്ഞ് പള്ളിയുണ്ടാക്കി സ്വന്തം ചെലവിൽ നടത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹിച്ചു കൊതിച്ചു തുടങ്ങി വെച്ച സ്ഥാപനമാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ആ സ്ഥാപനത്തിൽ മറ്റ് ഓഫ് ക്യാമ്പസുകളിലായിട്ട് 3000-ഓളം കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് പല ക്യാമ്പസുകളിലേക്കും ഭക്ഷണവും ശമ്പളവും കൊടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാപനം നടക്കുന്നു. ഓരോ മാസവും 10-16 ലക്ഷം രൂപ ചെലവ് വരുന്ന അൽഹംദുലില്ലാഹ് പാവങ്ങളായ പല ചെറുതും വലുതുമായ പല ആളുകളുടെയും സഹായങ്ങളെ കൊണ്ട് സഹകരണങ്ങളെ കൊണ്ട് സ്ഥാപനം മുന്നോട്ട് പോകുന്നു. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിലേക്ക് സഹകരിക്കണം, സഹായിക്കണം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട അരിയ സഖാഫി ചോദിച്ചപ്പോൾ 5 കിൻഡലും 1 കിൻഡലും 50 കിലോ അരിയും അവരെ കൊണ്ട് ഓരോ ആളുകൾക്കും കഴിയുന്നത് പോലെ ഏറ്റെടുത്ത് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആ സ്ഥാപനത്തിൽ ഉപ്പയുടെ ഹയാത്തിൽ ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ സ്ഥാപനത്തിലെ മക്കളെ വിളിച്ചുകൊണ്ട് മുതഅല്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്. ഈ സ്ഥാപനം ഇന്ന് വരെ കാണാത്ത, സ്ഥാപനമായി അറിയാത്ത, സ്ഥാപനത്തിന് മാത്രം പേര് മാത്രം അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരുപാട് ആളുകൾ പല സ്വദേശത്ത് വിദേശത്തുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മളെ മക്കൾ 5 വക്ത് നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുന്നു. ഓരോ ദിവസവും ഈ സ്ഥാപനത്തോട് സഹകരിക്കുന്നവർക്ക് സഹായിക്കുന്നവർക്ക് ദുആ 5 വക്ത് നിസ്കാരത്തിന് ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ വൃദുൽ ലത്തീഫ് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, യാ ലത്തീഫ് എന്ന് 129 പ്രാവശ്യം ചൊല്ലി ആ ദുആകളിലും എല്ലാ ദിവസവും ഹിസ്ബുൻ നസ്ർ ചൊല്ലുന്നവരാണ്. ദിവസവും ഉപ്പയുടെ വഫാത്തിന്റെ ശേഷം സുബഹി നിസ്കാരത്തിന്റെ ശേഷം 11 ഇഖ്ലാസ് സൂറത്ത് ഓതി, ഇശാ നിസ്കാരത്തിന് ശേഷം യാസീൻ ഓതി കുട്ടികൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന, നമുക്കറിയാതെ കിട്ടുന്ന ദുആകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അതിൽ കണ്ണിയാവാൻ നാം ശ്രമിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പല അനുഭവങ്ങൾ പറയാൻ തീരാത്ത അത്രയും അനുഭവങ്ങൾ ഡോക്ടർമാർ കൈവിട്ട് ഒഴിവാക്കിയ പല ആളുകളും അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടത്. ഇന്നിപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ പറയാൻ, ഉപ്പയുടെ അടുത്ത് വന്ന്, എനിക്ക് പേരറിയില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇബ്രാഹിമിൻ്റെ ഭാര്യ, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അൽഹംദുലില്ലാഹ് ഉപ്പയുടെ വെള്ളം കുടിച്ച് അതിൻ്റെ ശേഷം എഴുന്നേറ്റ് നടക്കാനായി ഇപ്പം അൽഹംദുലില്ലാഹ് റാഹത്തോടെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങൾ ഓരോ ദിവസവും ഈ വിനീതൻ്റെ അടുത്ത് ഇന്ന് തന്നെ വന്ന ആളുകളുടെ അനുഭവങ്ങൾ പറഞ്ഞ തീരാത്ത അത്രയും അനുഭവങ്ങൾ. ഡോക്ടർമാർ കൈവിട്ടവൻ, ഇന്ന് വന്നൊരു സഹോദരൻ, ഇന്ന് ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു.
ആ ഉമ്മയുടെ റിസൾട്ട് ഉണ്ട്, ഏത് ബോധമുള്ള ആരോടും പറയും. ആ ഉമ്മ വയറിൽ ക്യാൻസർ പിടിച്ച് മലം പുറത്തു പോകാതെ പ്രയാസപ്പെട്ടപ്പോൾ വയറ് ഓട്ടയാക്കി മലം പോകാൻ വേണ്ടി ബാഗ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ വേറെ രക്ഷയില്ല, പരിഹാരമില്ല, കേവലം ഇത് തന്നെയാണ് പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മകൻ ദുബൈയിൽ നിന്നും വന്നു, ഒരുപാട് കരഞ്ഞു. ഉമ്മയുടെ ഈ അവസ്ഥ ആലോചിച്ച് കരഞ്ഞു. പക്ഷെ ആരോ പറഞ്ഞു കൊടുത്തു, മദ്ഹറിൽ പോയാൽ അവിടുത്തെ സ്വലാത്തിനെ കുറിച്ചും പലതും അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ വിനീതന്റെ അടുത്തേക്ക് അദ്ദേഹം വന്നു, ആ ഉമ്മയെയും കൂട്ടി വന്നു. അല്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി എൻ്റെ ഉപ്പാപ്പമാരെ മനസ്സിൽ കരുതി അവരെ ഏൽപ്പിച്ച ആ പണിയെടുത്ത് അൽഹംദുലില്ലാഹ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ഇന്ന് അൽഹംദുലില്ലാഹ് രോഗം മാറി സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ ഉമ്മയുടെ മകൻ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, ഈ ബോധമുള്ള ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ കേൾക്കട്ടെ, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു. ഞാൻ 5 വക്ത് മാത്രം നിസ്കരിക്കും, എന്നിട്ട് പടച്ച റബ്ബിനോട് മാത്രം ദുആ ചെയ്യും. അങ്ങനെ എന്നോട് പറഞ്ഞു. ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാണ്. ആ ഉമ്മ എന്നും പറഞ്ഞിട്ടുണ്ട്, 5 വക്ത് നിസ്കരിക്കും, പടച്ച റബ്ബിനോട് മാത്രം ദുആ ചെയ്യും, വേറെ ആരും കൂട്ടാറില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് അവൻ പറഞ്ഞ വാക്കാണ്, എനിക്ക് ഉറപ്പായി തങ്ങളെ, എനിക്ക് വിശ്വാസമായി എൻ്റെ ഉമ്മയെ ഓട്ടയാക്കി വയറിലേക്ക് ബലം പോകാതെ പുറത്തേക്ക് ബാഗ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ കേവലം മഹാന്മാരെ തവസ്സുലാക്കി വെള്ളം മന്ത്രിച്ച് കുടിച്ചപ്പോൾ ആ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ ഇത് മഹാന്മാരുടെ കഴിവാണ്. റിസൾട്ട് ഉണ്ട്, ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളുണ്ട്, അല്ലാതെ കെട്ടുകഥ പറയല്ല. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ, സ്കാൻ ചെയ്ത റിപ്പോർട്ടുകൾ, അതിൻ്റെ ശേഷം സ്കാൻ ചെയ്ത റിപ്പോർട്ടുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന്മാർക്ക് എന്ത് കഴിയും? തൊട്ടടുത്ത് ഒരു എന്താ പറയാ, ഒരു നിരീശ്വരവാദിയായ ഒരാളില്ല. അദ്ദേഹത്തിന് നട്ടലിന് ക്യാൻസറായി കോഴിക്കോട് MVR വെച്ച് ടെസ്റ്റ് ചെയ്ത് 4ാം സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി പരിഹാരമില്ല എന്ന് പറഞ്ഞ് മടക്കിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ഈ വിനീതന്റെ മുമ്പിൽ വന്നപ്പോഴും അവിടുന്നും പരിഹാരം കിട്ടിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പരിഹാരം കിട്ടി. ഈ കിട്ടിയത് മുഴുവൻ ഹബീബായ തങ്ങളെ കൊണ്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അത് ഖിയാമത്ത് നാൾ വരെ കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ആ സഹോദരനും 5 വക്ത് നിസ്കാരമില്ലാത്ത പടച്ച റബ്ബിനെ നിഷേധിച്ച് ആ നാട്ടിലെ ആ അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ്, എൻ്റെ ഉപ്പ എൻ്റെ നാട്ടിൽ എല്ലാ ഖൈറായ പ്രവർത്തനങ്ങൾ മുടക്കുന്നതിൽ മുമ്പിലായിരുന്നു. വാപ്പക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവരായിരുന്നു. അല്ലാഹു തആല ഇപ്പോൾ ഹിദായത്തിന് വേണ്ടി കൊടുത്ത രോഗാണ്. അദ്ദേഹത്തിന് പരിഹാരമില്ലാതെ വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോൾ എവിടെ പോകണം, എന്ത് കിട്ടണം? വേദന പോലത്തെ വേദന വന്നാൽ, പ്രയാസം പോലത്തെ പ്രയാസം വന്നാൽ ആരും എവിടെയും എത്തും. അത് പിന്നെ അവിടെ വിശ്വാസം നോക്കൂല, ഒന്നും നോക്കൂല. അനുഭവിക്കുമ്പോൾ പ്രയാസത്തിന് ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ കഷ്ടപ്പാട് വന്നാൽ പരിഹാരം ഇന്ന സ്ഥലത്തുണ്ടെങ്കിൽ ഏതൊരുത്തിനും എത്തും. അവിടെ ശിർക്കും കുഫറും നോക്കൂല, പാഞ്ഞു വരും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നല്ലൊരു വിഷമം വന്നാൽ പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോകും. അദ്ദേഹത്തിന് പരിഹാരമായി ഈ വിനീതന്റെ അടുത്ത് വന്നപ്പോൾ പരിഹാരം പറഞ്ഞു കൊടുത്തതും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് പരിഹാരം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം പറയാണ്, എന്നോട് പറഞ്ഞ വാക്കാണ്. അദ്ദേഹത്തിന്റെ റിസൾട്ട് ഉണ്ട്, റിപ്പോർട്ടുണ്ട്, ആർക്കും നോക്കാം. പിന്നീട് അദ്ദേഹം പറയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു, ഇപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് വല്ലാത്ത സമാധാനം. അദ്ദേഹം ശരിക്കും നടന്നു വരുന്നു, എല്ലാത്തിലും കഴിയുന്നു. ഇന്ന് 5 വക്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു. അദ്ദേഹം പറ്റ മാറി അള്ളാഹുവിലേക്ക് അടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആ മകനോട് പറഞ്ഞ വാക്കുണ്ട്, കോടാനക്കോടി ജനങ്ങൾക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ സമാധാനം കൽബിന്റെ രോഗം മാറി എന്നുള്ളതാണ്.
ക്യാൻസർ വന്നാൽ, കിഡ്നി രോഗം വന്നാൽ, അല്ലെങ്കിൽ ഹാർട്ട് രോഗം വന്നാൽ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലേ? ഓപ്പറേഷൻ അല്ലെങ്കിൽ എൻജിയോഗ്രാം, ഡയാലിസ്, പല പേരിലും പല ടെസ്റ്റുകളും പല ട്രീറ്റ്മെന്റുകളും ഇന്നുണ്ട്. കൽബിന് ബാധിച്ച ബിദ്അത്ത് അല്ലെങ്കിൽ കുഫ്രിയത്ത്, ഫിസ്ക്, എന്ത് ട്രീറ്റ്മെന്റാ ഉള്ളത്? ഏത് ഓപ്പറേഷനാ ഉള്ളത്? അതിന് ഏത് ട്രീറ്റ്മെന്റാ? ഒരാൾക്ക് സ്കാൻ ചെയ്താൽ അദ്ദേഹത്തിന്റെ കൽബിൽ ബിദ്അത്തുണ്ടെന്ന് കാണാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും സ്കാൻ ഉണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹം അല്ലാഹുവിനെ അറിയേണ്ടിയിരുന്നു. പടച്ചറബിലേക്ക് അടുക്കേണ്ടി വന്നു. പരിഹാരമില്ല. ലിറ്റർ കണക്കിന് വെള്ളം അദ്ദേഹം ജനിച്ചത് മുതൽ കുടിക്കുന്നുണ്ട്. ലിറ്റർ കണക്കിന് വെള്ളം അദ്ദേഹം ജനിച്ചത് മുതൽ കുടിക്കുന്നുണ്ട്. മഹാന്മാര്, അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര് തവസ്സുലാക്കി വെള്ളത്തിലൂതി മന്ത്രിച്ചു കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് പരിഹാരം കിട്ടി, ശിഫ കിട്ടി, സമാധാനം കിട്ടി, വേദന മാറി. ഇന്ന് റാഹത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ റിപ്പോർട്ട് വരുന്നു, രോഗമില്ല. എത്ര വേണമെങ്കിലും റിസൾട്ടുകൾ എൻ്റെ മൊബൈലിലുണ്ട്. എത്ര റിസൾട്ട് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല ഡോക്ടർമാരുടെ മുമ്പിലും ഞാൻ ഈ റിസൾട്ടുകൾ കാണിക്കും. ആദ്യം ടെസ്റ്റ് റിസൾട്ട്, പിന്നീട് ടെസ്റ്റ് ചെയ്ത റിസൾട്ട്. പിന്നീട് ചോദിക്കുമ്പോൾ അവർ പറയും മിറാക്കിൾ എന്ന് മാത്രം പറഞ്ഞു നിർത്തും. ഇതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ല. ശാസ്ത്രത്തിന്റെ അപ്പുറത്താണ്. ശാസ്ത്രത്തിന് കഴിയാതെ ശാസ്ത്രം പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് നമ്മൾ എടുക്കണം. അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കണം. മഹാന്മാരെ നമ്മൾ വിളിക്കണം. അപ്പോൾ പരിഹാരം കിട്ടും. ഏതൊരുത്തരും പരിഹാരം കിട്ടും. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾക്ക് അഭയകേന്ദ്രമാണ് മദ്ഹർ. നിങ്ങളൊക്കെ മദ്ഹറിനെ സഹായിക്കണം, സഹകരിക്കണം, പ്രവർത്തിക്കണം. അതിൻ്റെ ഒരു പ്രവർത്തകരായി നാം മാറണം. നമ്മുടെ നാട്ടിലെ മഹത്തായ സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട അശ്ശരിയ ഉസ്താദിന്റെ ദാറുൽ അശ്ശരിയ സ്ഥാപനം. ആ സ്ഥാപനത്തെ നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ സ്ഥാപനങ്ങളും ഇവിടെ വളരണം. അല്ലാതിരുന്നാൽ പല 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 വിദ്അത്തിന്റെയും പല പല കക്ഷികൾ ഇവിടെ വളരുന്നു. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ, ഒരുപാട് മുതഅല്ലിമീങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും ഇസ്സത്തും അല്ലാഹു ഏറ്റി നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും എല്ലാ നിലക്കുള്ള ബലാ, മുസീബത്ത്, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഡേറ്റ് ആരും മറന്നു പോകാതെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രവർത്തകരായി, പ്രചാരകരായി സ്ഥാപനത്തിന്റെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കണം. എല്ലാം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സരി സഖാഫി ഉസ്താദായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. അവരും കുടുംബവും എല്ലാം യാത്ര അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ വർഷം ഹജ്ജിന് കൊടുത്തിട്ട് ഹജ്ജ് പല പ്രതിസന്ധിയിലുള്ള ഒരവസ്ഥയിലാണ്. പല ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട്, എല്ലാ നിലക്കും കാശ് അടച്ച് വെച്ചിട്ടുണ്ട്. എന്താകുന്നു പോലും അറിയാതെ വലിയ വിഷമത്തിലുള്ളവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ വഴികളും അല്ലാഹു തആല അവന്റെ മഹ്ദു ഫദ്ലുകൊണ്ട് അല്ലാഹു തുറന്നു നൽകുമാറാകട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرة البدريين واللهديين والخندقيين والتبوكيين والغنينين وسائر الصحابة كلهم أجمعين وإلى حضرة كتب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة سلطان الهند خواجة معين الدين الجشتي الأجميري قدس الله سره اللذيذ وإلى حضرة كتب الزمان السيد شريف المدني قدس الله سره اللذيذ وإلى حضرة جدنا السيد جلال الدين البخاري قدس الله سره اللذيذ وإلى حضرة جدنا السيد أحمد البخاري قدس الله سره اللذيذ وإلى حضرة جدنا تاج العلماء سيد عبد الرحمن البخاري قدس الله سره اللذيذ وإلى حضرة أبي السيد محمد عمر الفاروق البخاري قدس الله سره اللذيذ وإلى حضرة سائر ساداتنا البخاريين القاضمين وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة من دفن في هذه القرية وفي هذه البلدة وسائر المؤمنين والمؤمنات وسائر أهل الخير كلهم أجمعين. اللهم بلغ منا إليهم أفضل السلام والتحية واجعلهم روحا وريحانا من عندك يا رب العالمين. اللهم إنا نسألك بحقهم وبجاههم أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسع أرزاقنا وتقضي حوائجنا يا أرحم الراحمين. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من الفائزين في الدارين يا أرحم الراحمين. റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ മാഫാക്കി നൽകണേ റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങളെ ഖൽബ് നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് ആളുകളെ റബ്ബേ ഇവിടെ മജ്‌ലിസിലേക്ക് സഹകരിച്ചവർ, സഹായിച്ചവർ, ഞങ്ങളെ സ്ഥാപനങ്ങളോട് സഹകരിച്ചവർ റബ്ബേ, ഞങ്ങളെ ഉറൂസിന് വേണ്ടി അരികൾ ഏറ്റെടുത്തവർ റബ്ബേ, അതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. യാ അല്ലാഹ്, ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങളുള്ളവരുണ്ട് റഹ്മാനെ. രോഗികളായി വിഷമിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, കൈകാല് കടച്ചിലൂര വേദന, തലവേദന, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് റഹ്മാനെ. അജിലായ ശിഫ നീ നൽകണേ
റഹ്മാനെ. ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, കടങ്ങളൊക്കെ നീ വീട്ടി നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ബറക്കത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, റാഹത്തിന്റെ വീടും സ്ഥലവും ഒക്കെ നീ എളുപ്പമാക്കണേ റഹ്മാനെ. വീടിന്റെ പണി നടക്കുന്നവരുണ്ട്, അല്ലാഹ് പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. അല്ലാഹ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, നല്ല ഖൈറായ ബറക്കത്തുള്ള ജീവിത മാർഗങ്ങൾ, വഴികൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ ജീവിത മാർഗങ്ങളിലും വഴികളിലും കച്ചവടങ്ങളിലും സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും ഞങ്ങളെ വീടുകളിലും ഞങ്ങളെ വാഹനങ്ങളിലും ഞങ്ങൾ കൈവെക്കുന്ന മുഴുവൻ മേഖലകളും വലിയ ബറക്കത്തുള്ളതാക്കി റഹ്മാനെ. തൊട്ടതൊക്കെ നീ പൊന്നാക്കി മാറ്റണേ റഹ്മാനെ. കൈവച്ചതൊക്കെ വിജയത്തിലാക്കണേ അല്ലാഹ്. പരാജയപ്പെട്ടു പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളെ തൊട്ട് റബ്ബായ നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, കേസിൽ കുടുങ്ങിയവരെ, ജയിലിൽ കുടുങ്ങിയവരെ, കള്ളക്കേസിൽ കുടുങ്ങിയവരെ നീ സലാമത്താക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ വിഷയത്തിലും ഖൈറു ബറക്കത്ത് നീ ഏറ്റി നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളൊക്കെ പേടിക്കുന്നത് ഞങ്ങൾ ഈമാന്റെ വിഷയത്തിലാണ് റഹ്മാനെ. ഈമാനും അമലും നഷ്ടപ്പെട്ടു പോകുന്ന മുഴുവൻ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും റബ്ബായ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മരണം വരെ സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമായി അല്ലാഹ് നീ പൊരുത്തപ്പെടുന്ന നിലക്ക് ദീനീ ഖിദ്മ ചെയ്ത് അല്ലാഹ് നിന്റെ അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, മഹാന്മാരെ മഹബ്ബത്ത് വെച്ച് നീ ബഹുമാനിക്കാൻ പറഞ്ഞ എല്ലാ വിഷയത്തിലും അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകി അല്ലാഹ്. നീ വെറുത്ത എല്ലാ വിഷയത്തിലോടും ഞങ്ങൾ അങ്ങേയറ്റത്തെ വെറുപ്പ് ഞങ്ങളെ കൽബിൽ നൽകി അല്ലാഹ്. അങ്ങനെയുള്ള നല്ലൊരു ജീവിതം നിന്റെ മഹ്ദു ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്ക് കനിഞ്ഞേകണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളെ കുടുംബത്തിലോ ഞങ്ങളെ സന്താന പരമ്പരയിലോ ഖിയാമത്ത് നാൾ വരെ ഒരു ബിദ്അത്തിന്റെ കക്ഷിക്ക് പോലും നീ ജന്മം നൽകല്ല അല്ലാഹ്. നിന്റെ മഹ്ദു ഫദ്ല് കൊണ്ട് നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഈമാൻ നീ സംരക്ഷിക്കണേ റഹ്മാനെ. കാമിലായ ഈമാൻ, തഖ്വ, ഇഖ്ലാസ്, വറഅ, ഖുശൂ, തവാദു നിന്റെയും നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഅരിഫത്ത്, നാഫിയ ഇൽമ്, മില്ലദുന്യ ഇൽമ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, മരിക്കുന്ന സമയം ഏറ്റവും ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൽബിനിലേക്ക് അടുത്തിരിക്കുന്ന സമയം സുഹായ തൗബ ചൊല്ലിയതിലേക്ക് നിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖങ്ങളുടെ നിലക്ക് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മരണം ഞങ്ങൾക്ക് നീ കനിഞ്ഞേകണേ അല്ലാഹ്. നിന്റെ മഹ്ദു ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളിൽ നിന്നും എല്ലാ നിലക്കുള്ള അപകടങ്ങളിൽ നിന്നും അല്ലാഹ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന, ഐസിയുവിൽ കിടക്കുന്ന, വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ എത്തിക്കല്ല അല്ലാഹ്. നിന്റെ മഹ്ദു ഫദ്ല് കൊണ്ട് നീ ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, ഈ വർഷം ഹജ്ജിന് വേണ്ടി ഒരുങ്ങി യാത്ര പുറപ്പെട്ടവരും യാത്ര പുറപ്പാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരുണ്ട് അല്ലാഹ്. അസ്അരിയ സഖാഫി ഉസ്താദ് അടക്കമുള്ളവരെ കുടുംബങ്ങളും പല ആളുകളും അല്ലാഹ് ഈ വർഷം ഹജ്ജിന് വേണ്ടി പല ആളുകളും ഒരുങ്ങി നിന്നവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും അല്ലാഹ് നല്ല നിലക്ക് അമലുകൾ ചെയ്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്ത് റാഹത്തോടെ സന്തോഷത്തോടെ അല്ലാഹ് നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്ത് മറ്റ് പുണ്യമായ സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല റാഹത്തിലും സന്തോഷത്തിലേക്ക് നാട്ടിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റഹ്മാനെ. യാത്രയിൽ ഒരു വിഷമം, ഒരു പ്രയാസം എവിടെയും നീ നൽകല്ല അല്ലാഹ്.
റബ്ബേ അത്ര ഒരുങ്ങിയിട്ട് ഹജ്ജിന്റെ വിഷയത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുള്ളവരുണ്ട് റഹ്മാന്. എല്ലാ പ്രയാസങ്ങളും എല്ലാ തടസ്സങ്ങളും നീ നീക്കി അല്ലാഹ് നിന്റെ പരിശുദ്ധ ഭൂമിയിൽ നീ ഞങ്ങളെല്ലാവരെയും നീ എത്തിക്കടേ റഹ്മാന്. മരണം വരെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാനും നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഒരുപാട് സലാത്തുകൾ സലാമുകൾ ചെല്ലാനും നിന്റെ ഹബീബിന്റെ പേരിൽ കണക്കില്ലാത്ത ധാരാളം സ്വലാത്ത് ജീവിതത്തിൽ ചെല്ലാനും നിന്റെ ഹബീബിന്റെ പൂമുഖം ഒരുപാട് തവണ യഖ്ളത്തിലും മനാമിലുമായി കാണാനും റബ്ബായ നീ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ് നിന്റെ മഹ്ദു ഫദ്ൽ കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഇജാബത്തിന്റെ അഹ്ലികാരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങളെ ബന്ധുമിത്രാദികൾ കുടുംബങ്ങൾ അയൽവാസികൾ ഞങ്ങളെ ഭാര്യമാരിൽ മക്കൾ മരണപ്പെട്ടവരുണ്ട് റഹ്മാനെ. കുടുംബങ്ങളിൽ പല ആളുകളും മരണപ്പെട്ടവരുണ്ട് അല്ലാഹ്. യാ അല്ലാഹ് എല്ലാവരുടെയും ഖബർ നീ സന്തോഷമാക്കണേ അല്ലാഹ്. ഖബറിലൊരു വിഷമം ഒരു പ്രയാസം നീ നൽകല്ല അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉപ്പാപ്പമാർക്കും ഉമ്മാമ്മമാർ ഞങ്ങളെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നിന്റെയും നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലായി ആഫിയത്ത് ബർക്കത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ റഹ്മാനെ. റബ്ബേ മദ്ഹറിന്റെ സിൽവർ ജൂബിലിയും പ്രിയപ്പെട്ട ഉപ്പയുടെ 10ാമത്തെ ഉറൂസ് മുബാറക് എല്ലാം നീ കബൂലാക്കി അല്ലാഹ് നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അധ്വാനിക്കുന്നവർ റബ്ബേ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ടോ എല്ലാവർക്കും നീ ദുനിയാവും ആഖിറവും നീ വിശാലമാക്കണേ റഹ്മാനെ. സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ വിശാലമാക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين سبحان ربك رب താങ്കൾ സാധാരണ മുസാഫഹത്ത് ചെയ്തിട്ട് പോവാ. എല്ലാവരും വരി സ്വതക്കകൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم. നമ്മുടെ ഈ പരിപാടിക്ക് കഠിനാധ്വാനം ചെയ്ത ഒരുപാട് SSF-ന്റെയും SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സഹായിച്ച് സഹകരിച്ച പല നാട്ടിന്റെയും നാട്ടിന് പുറത്തുമുള്ള ആൾക്കാരെല്ലാം
സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായി നന്ദികൾ അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് പസോട്ട് തങ്ങൾ ഉസ്താദിന്റെ 10ാം ഉറൂസ് നേർച്ചയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വേണ്ടുന്ന അരികളും ഇൻഷാ അല്ലാഹ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് പ്രവർത്തകന്മാർ നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ വേണ്ടുന്ന അരികൾ മറ്റുമെല്ലാം നൽകിക്കൊണ്ട് സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഇതിന്റെ ഓൺലൈൻ്റെ മൈക്കിന്റെ മറ്റ് ആൾക്കാരെല്ലാം ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.